ഹായ് ഹലോ എല്ലാവർക്കും അസ്സലാമു അലൈക്കും. സുഫേറ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തെല്ലാം വിശേഷങ്ങളൊക്കെ സുഖമായിട്ടിരിക്കണം. അപ്പോൾ ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ എവിടേക്കാണ് പോകണമെന്ന് വെച്ചാൽ ഞങ്ങൾ ഇവിടെ ഒരു ഫെസ്റ്റിവൽ തുടങ്ങിയേക്കണേ. അപ്പോൾ അതും കാണണം. പിന്നെ ഞങ്ങൾക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു ലാഭമേള തുടങ്ങിയിരിക്കണം, അതിലൊന്ന് പോയി നോക്കുകയാണ് കേട്ടോ ഉമ്മ. അപ്പോൾ ഇത് നമ്മുടെ അയൽവാസി കുട്ടിയാണ് കേട്ടോ, ഉമ്മാൻ്റെ അടുത്തുള്ള. പിന്നെ എൻ്റെ ഫ്രണ്ടിൻ്റെ മോളും കൂടിയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവളോട് ചോദിച്ചു നീ വരണോ ചോദിച്ചിട്ട്, അപ്പോൾ ആന്നാണ് കേട്ടോ, എന്നാൽ വേഗം മാറ്റിയിട്ട് വരണം. അപ്പോൾ വേഗം പോയി മാറ്റിയിട്ട് വന്നു കേട്ടോ. അപ്പോൾ നല്ലൊരു കുട്ടിയാണ് കേട്ടോ. അപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നമ്മളെ മക്കളൊക്കെ. അപ്പോൾ നമ്മളും അതുപോലെ തന്നെയാണ് കേട്ടോ. അങ്ങനെ പിന്നെ എന്താക്കി ഞങ്ങളിങ്ങനെ ഇറങ്ങിട്ടോ, വീട്ടിൽ നിന്ന് ഇറങ്ങിട്ടോ. പിന്നെ ഇതാക്കണേ ബ്ലോക്ക് കേട്ടോ, നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, ഞങ്ങളവിടെ നിന്ന് ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഉമ്മ പറഞ്ഞത് അവിടെ നമുക്ക് ടേബിൾ വാങ്ങാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പം അല്ലെങ്കിൽ അവിടെ ഉമ്മാൻ്റെ അടുത്തുള്ളത് എന്നാൽ അത് കൊണ്ടുപോയി എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ആ ടേബിളൊന്ന് വാങ്ങാൻ, അപ്പോൾ ഇവിടെ ലാഭമേള തുടങ്ങിയിരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഉമ്മ കുറച്ച് സാധനങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം എന്നോട് തന്നെ നമുക്ക് അതിൽ പോയോക്കെ എനിക്ക് കുറച്ച് ഈ 5 രൂപ മുതലൊക്കെ ഉള്ള 10 രൂപ മുതൽ അങ്ങനത്തെ ഒക്കെ സാധനങ്ങളുണ്ട്, ചെറിയ ഐറ്റംസൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാണ്ടപ്പോൾ ഓള് ഭയങ്കര മടിയാണ് കേട്ടോ ഓക്കെ. അപ്പോൾ എന്തായാലും അതിൽ പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് കേട്ടോ ഞങ്ങൾ ഇവിടെ വന്നത് കേട്ടോ. അപ്പോൾ വന്ന് നോക്കുമ്പോൾ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. ഇവിടെ ഭയങ്കര തിരക്കുമാണ് കേട്ടോ. പുറത്ത് തിരക്ക് നോക്കണ്ട, അകത്ത് നല്ല തിരക്കുണ്ട് കേട്ടോ. പിന്നെ വലിയ ഒരു ഹാള് മരിയാണ് കേട്ടോ. അതിൽ നിറയെ സാധനങ്ങളുണ്ട്. നമുക്ക് ഏതെടുക്കേണ്ടതെന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ ഞാനെൻ്റെ ഇവരോട് എന്താ പറയുന്നത്, അല്ലെങ്കിൽ എന്താ ഇപ്പോൾ ഇതിലൊക്കെ ആൾക്കാർ ഇങ്ങനെ എല്ലായിടത്തും കടകളുണ്ടല്ലോ, പിന്നെ എന്താ ഇപ്പോൾ ഇങ്ങനെ ആൾക്കാരില്ലേ പറയുന്നത്, നമ്മൾ തന്നെ പോയിക്കണം കേട്ടോ. പിന്നെ ഇപ്പോൾ ഉണ്ടോ വേറെ ലെവൽ വരാത്തത്. അങ്ങനെ ഞങ്ങൾ കുറേ സാധനങ്ങളൊക്കെ എടുത്തിട്ടോ. അങ്ങനെ എന്താക്കി നമുക്ക് വേണ്ടപ്പെട്ട സാധനങ്ങൾ കേട്ടോ. അങ്ങനെ വാരി വലിച്ചൊന്നും എടുത്തിട്ടില്ല. അതായത് ഇങ്ങനെ ഈ പ്ലേറ്റൊക്കെ കാണുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ 20 റുപ്യ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എന്തായാലും ചെറിയ ചെറിയ സാസറ പോലത്തെ ഒക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനത്തെ അതൊക്കെ എടുത്തു. പിന്നെ എനിക്കൊരു ചട്ടി വേണ്ടിയിരുന്നു. അപ്പോൾ ഞാൻ കുറേ ദിവസമായിരുന്നു അങ്ങനെ ഇൻഡാലിയത്തിൻ്റെ ഒരു ചട്ടി, കോഴിയില്ല നമ്മൾ നെയ്യപ്പമൊക്കെ പരാൻ പറ്റുന്ന അങ്ങനത്തെ ഒക്കെ ചട്ടി ഉണ്ടല്ലോ, അത് പറഞ്ഞിരുന്നുണ്ട്. അപ്പം ഉമ്മ പറഞ്ഞു ഏതായാലും ഇവിടെ ഉണ്ടെന്നാൽ വായോ നമുക്ക് അവിടെ നിന്ന് എടുക്കാറുണ്ട് കേട്ടോ. അങ്ങനെ പർച്ചേസിങ്ങൊക്കെ ഏകദേശമൊക്കെ നടത്തിയിട്ട് പിന്നെ നമ്മൾ 69 റുപ്യ ഉള്ളൂ കേട്ടോ. എന്നാലും വലിയ ബേസിനൊക്കെ കിട്ടാം. അപ്പോൾ 2 എടുത്തൊന്നും ഉമ്മാക്കും എനിക്കും കേട്ടോ. പിന്നെ അങ്ങനെ കുറേ ഐറ്റംസൊക്കെ എടുത്തു കേട്ടോ നമ്മൾ. പിന്നെ എടുത്തതൊന്നും അങ്ങനെ നമ്മൾ വ്ളോഗിൽ അങ്ങനെ കാണിക്കുന്നില്ല, കാരണം തിരക്കൊണ്ട് നമ്മളിങ്ങനെ ഇപ്പം നമുക്ക് വ്ളോഗ് ഇങ്ങനെ ചെയ്യാനൊന്നും പറ്റില്ലല്ലോ. സംഭവം ഇതൊക്കെ കുട്ടികളായിട്ട് എടുത്തേക്കണം, അതാണ് ഈ കാണിച്ചതന്നെ ചിലപ്പോൾ കാണുമായിരിക്കും കേട്ടോ. എന്താണെന്ന് വെച്ചാൽ മക്കളല്ലേ, അവരെ കയ്യിൽ നിന്ന് അങ്ങനെ അത്ര പെട്ടെന്നൊന്നും എല്ലാതും ഒപ്പിയെടുക്കാനൊന്നും അവരെ കൊണ്ടും പറ്റില്ല കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ 2000 ചില്ലറക്കുള്ള സാധനമൊക്കെ എടുത്തു കേട്ടോ. അങ്ങനെ ഉമ്മ ആകെ 1-2 സാധനങ്ങളുള്ളത്, ബാക്കി ഞങ്ങളുടെ പിന്നെ ഇവിടെ നിന്ന് തന്നെ ടേബിളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്താക്കി അതും എടുത്തു കേട്ടോ. അങ്ങനെ ടേബിളൊക്കെ എടുത്ത് എല്ലാ ഇതും ബില്ലൊക്കെ അടച്ച് നമ്മളങ്ങനെ പോന്നു കേട്ടോ. അപ്പോൾ പോരാൻ നോക്കുമ്പോഴാണെങ്കിലോ ഫുള്ള് വണ്ടി അവിടെ വന്നിട്ട് നല്ല തിരക്കുണ്ട് കേട്ടോ ഈ കടയിൽ. കാരണം എന്താ പറയുക, 5ഉം 10ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണോ എന്നറിയില്ല, എന്താ സംഭവം എന്നൊരു പിടുത്തമില്ല. എന്തായാലും ആളുകൾ തിക്കി കയറുന്നുണ്ട് കേട്ടോ. എന്തായാലും പറയുന്നത് നമ്മൾ തന്നെ പോയി, കാരണം നമ്മളിപ്പോൾ വയനാട് ഇവിടെയൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഞങ്ങളൊന്നും അതിലേക്ക് പോവേ ഇല്ല കേട്ടോ. പക്ഷേ ഉമ്മ ഇങ്ങനെ നിർബന്ധം പറഞ്ഞുകൊണ്ട് വാ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് വണ്ടി ഉണ്ടല്ലോ, അപ്പം ഉമ്മാക്കും ഇനി എന്തെങ്കിലും വാങ്ങണം എന്നുണ്ടെങ്കിൽ ഇതിലിട്ടിട്ട് കൊണ്ടുവരാമല്ലോ, ഇങ്ങനെ ബക്കറ്റൊക്കെ വാങ്ങണമെന്ന് പറഞ്ഞിട്ട്. അപ്പം ഉമ്മാക്കും വാങ്ങി ഞങ്ങൾക്കും വാങ്ങിയിട്ട് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നൊക്കെ പോകുന്നു. ഭയങ്കര ബ്ലോക്കായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് നമ്മളില്ലേ ഇവിടെ ഒരു ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട് പറഞ്ഞില്ലേ. അപ്പോൾ ഇത് ഞങ്ങളവിടെ മുണ്ടയിലാണ് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് എത്തുന്നത് കേട്ടോ. അപ്പോൾ ഇത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഉമ്മ പറഞ്ഞടി ഇവിടെ അതൊക്കെ തുടങ്ങിയിരിക്കണേ, എന്നാൽ അതൊക്കെ പോയി കാണാമായിരുന്നു കേട്ടോ. അങ്ങനെ ഉമ്മാനെയും കൂട്ടിയിട്ട് ഞങ്ങളങ്ങനെ എവിടെയും പോയിട്ടൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അപ്പം എന്നാൽ ശരി അതൊന്നും നടക്കട്ടെ പറഞ്ഞിട്ട് അങ്ങനെ ഉമ്മാനെയും കൂട്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ ആ മോളെയും കൂട്ടിയിട്ടാണ് ഞങ്ങളങ്ങനെ വന്നത് കേട്ടോ. അപ്പോൾ അവിടുത്തെ പർച്ചേസിങ് കഴിഞ്ഞിട്ട് നേരെ ഇവിടെ വന്ന് പാർക്ക് ചെയ്തു. അങ്ങനെ ഇവിടെ 100 രൂപയാണ് ടിക്കറ്റ് ആയിരുന്നു കേട്ടോ. അങ്ങനെ ഇത് മറൈൻ എക്സ്പോ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഇതിൻ്റെത്. ഇതിപ്പോൾ എല്ലായിടത്തും ഉണ്ട് കേട്ടോ. ഞങ്ങളിവിടെയൊക്കെ തുടങ്ങിയിരിക്കണം കേട്ടോ, വയനാടിലൊക്കെ തുടങ്ങി, എല്ലായിടത്തും ഉണ്ട് തോന്നുന്നത് കേട്ടോ. കുറേ നമ്മൾ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എന്തായാലും വേണ്ടില്ല പറഞ്ഞിട്ട് മത്സ്യകന്യക ഉണ്ട് കാരണം കേട്ടോ. അപ്പോൾ ശരി, ഞാനിതുവരെ സത്യം പറയുകയാണെങ്കിൽ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. നമ്മൾ കുറേ ഇങ്ങനത്തെ ഒക്കെ സംഭവങ്ങൾക്ക് പോയിക്കണം ഫെസ്റ്റിവലൊക്കെ കാണാൻ, പക്ഷേ ഇങ്ങനത്തെ ഒന്നും ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. എന്നാൽ ശരി നമുക്ക് എന്തായാലും പോകണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കാക്കാനൊന്നും വിട്ടിട്ട് തന്നെ ഉണ്ടായിരുന്നില്ല കേട്ടോ. കാക്കെല്ലാം ഞാൻ നടക്കില്ല, കാരണം ഞങ്ങൾ ബസ്സിലൊക്കെ പോയി ഇറങ്ങി പിന്നെ തിരിച്ചിങ്ങോട്ട് എത്തുമ്പോഴത്തേനൊക്കെ ഭയങ്കര ഇടങ്ങേറായിരിക്കും കേട്ടോ. അപ്പോൾ ഈ കാക്കാനെ വിട്ടിട്ടുണ്ടായിരുന്നില്ല, കാക്ക പോകാനിങ്ങനെ നിൽക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ കാക്കാനെ കൂട്ടിയിട്ട് അങ്ങനെ പോയതാണ് കേട്ടോ സംഭവം. അപ്പോൾ ഈ ചെന്ന് കയറുന്നോടെ തന്നെ നമ്മൾ കുറേ ഇങ്ങനെ കിളികളും അതും ഇതൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ ഇപ്പുറത്ത് ഇങ്ങനെ ഇതേപോലെ ഈ
മരത്തിൻ്റെ മേലെ ഇതൊക്കെ ഇങ്ങനെ കളർ ചെയ്ത് വെച്ചതാണ് കേട്ടോ അവർ. കാരണം അതൈമ സെല്ലോ ടാപ്പ് വെച്ചിട്ടൊക്കെ അങ്ങനെ ഒട്ടിച്ചൊക്കെ ശരിക്കും നമ്മൾ പോയി നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. പിന്നെ അതിൻ്റെ ആ ഒരു മരക്കൊമ്പുമ്മ കൂടെ തന്നെയാണ് കേട്ടോ. മരം ഒറിജിനലാണ്, പക്ഷെ ഇതിങ്ങനെ ഈ ചെയ്ത് ചിലൻ്റെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അത് ഒറിജിനലല്ല കേട്ടോ. എന്തായാലും നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. പിന്നെ അവിടെ നിന്നിട്ട് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടോ, മോളെ ഫോട്ടോസൊക്കെ എടുത്തിട്ടോ. അങ്ങനെ എന്തായാലും നമ്മളെ കൂടെ വന്നതല്ല, അപ്പം നമുക്കും കാണാമല്ലോ. അപ്പം ഓള് നിൽക്കണില്ലായിരുന്നു കേട്ടോ. അപ്പം ഞാൻ എന്ത് പറഞ്ഞെന്നറിയോ, നോക്കി ഞാൻ യൂട്യൂബിൽ ഇടും കേട്ടോ, എന്നിട്ട് എൻ്റെ അമ്മേച്ചിൻ്റെ ഫോണിൽ നിന്ന് കണ്ടോണ്ടിട്ടോ എന്നൊക്കെ പറഞ്ഞപ്പോൾ വേഗം നിന്ന് കേട്ടോ. തന്നെ എന്തായാലും എൻ്റെ അമ്മേച്ചിൻ്റെ ഫോണിൽ നിന്ന് കണ്ടോണ്ടിന്ന് പറഞ്ഞപ്പോൾ ഓള് വേഗം നിന്നു കേട്ടോ. പാവം തോന്നിയാൽ എന്തായാലും അങ്ങനെ അതൊക്കെ കാണിച്ചിട്ട് ഭയങ്കര ആൾക്ക് ചെറുതായിട്ടൊരു പേടിയൊക്കെ ഉണ്ട് തോന്നിട്ടോ. അങ്ങനെ ഇതേ നമ്മൾ നീ പാമ്പിനെ കണ്ടപ്പോൾ എല്ലായിടത്തും തൊടാൻ പറയുന്നുണ്ട്, പക്ഷെ കടിക്കൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് ഞാനൊന്നും പോയി തൊട്ടിയില്ല കേട്ടോ. പക്ഷെ എൻ്റെ മക്കൾ പേടിച്ച് എന്തായാലും ഒന്നും മെല്ലെ ഒന്ന് തൊട്ടു. എനിക്കെന്തോ പോലെ എനിക്കങ്ങനെ കാണുന്നതന്നെ ഭയങ്കര പേടിയാണ് കേട്ടോ. ഞാൻ ഇങ്ങനത്തെയൊക്കെ കാണുകയാണെങ്കിൽ ദൂരെ നിന്നേ നോക്കുള്ളൂ, അല്ലാണ്ട് അതിൻ്റെ അടുത്തൊക്കെ ഒന്നും പോയതില്ല കേട്ടോ. എനിക്ക് ഭയങ്കര പേടിയാണ്. അങ്ങനെ എന്തായാലും വേണ്ടില്ല അതൊക്കെ കണ്ട്. പിന്നെ ദേ നമ്മളെ മീൻകുട്ടന്മാരെ കണ്ടു നോക്കുമ്പോൾ റബ്ബേ എന്ത് രസമാണ് കാണാൻ. ഈ കുഞ്ഞു മീനുകളാട്ടോ, വലിയത് രസമുണ്ടില്ല എന്നല്ല, പക്ഷേ ഈ കുഞ്ഞു മീനുകളുണ്ടല്ലോ അത് നല്ല ഭംഗിയാണ്, നല്ല ഭംഗി. അതിൻ്റെ അടുത്ത് ഇങ്ങനെ നോക്കി നിൽക്കാൻ തോന്നും. പിന്നെ ബേക്കിൽ ആൾക്കാർ വരുന്നതുകൊണ്ട് എന്താ പറയുക, നമ്മൾ മാറി കൊടുക്കണമല്ലോ, നമ്മൾ അതിൻ്റെ മുന്നിൽ നിന്നുകാണ്ട് നേരം കളയാൻ പറ്റില്ലല്ലോ. അപ്പം നല്ല ചൊറുക്ക്. ഞാൻ പറയാം, ഇതിൻ്റെ അടുത്ത് നിന്നിട്ട് ഫോട്ടോ എടുക്കാനും പിന്നെ എന്താ പറയുക വീഡിയോ ഒക്കെ അതിലൊക്കെ ഇങ്ങനെ ചെറിയ ഷോർട്സൊക്കെ എടുക്കുമ്പോൾ നമ്മൾ അതിൽ നല്ല ഭംഗിയായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. ഐറ്റങ്ങൾ ഇങ്ങനെ പോണത് കാണാനാട്ടോ ഭംഗി. വലിയതും ഉണ്ട് ചെറിയതും ഒക്കെ ഉണ്ട്, പക്ഷേ കുഞ്ഞിയതിനെ കാണാൻ നല്ല ഭംഗിയുണ്ട്, പല കളറുകളും ആയിട്ടാട്ടോ. അപ്പോൾ ഇത് ഈ വലുതും ചെറുതും എല്ലാതും അടിപൊളിയായിട്ടുള്ളതുണ്ട് കേട്ടോ. പിന്നെ നമ്മളൊന്നും പിന്നെ കാണാത്ത മീനുകളൊക്കെയാണ് കേട്ടോ. പക്ഷെ ഞാൻ അങ്ങനെയൊന്നും കണ്ടില്ല, കുറേ സ്ഥലത്ത് കൂടെ ഒക്കെ പോയിക്കണ് നമ്മൾ. പിന്നെ പക്ഷെ അവിടെയൊക്കെ ഇങ്ങനെ ഇത്രക്ക് തോനെയൊന്നും കണ്ടിട്ടില്ല കേട്ടോ. ഇതിപ്പോൾ ഭയങ്കരം കൂടുതലാട്ടോ. അപ്പോൾ ഇതിങ്ങനെ ഞാൻ ഫസ്റ്റ് വീഡിയോയിലൊക്കെ കണ്ടത് എവിടെയെന്ന് വെച്ചാൽ നമ്മൾ കോഴിക്കോട് വന്നിക്കണല്ലോ, ആ സമയത്ത് അവിടെ പോയി കണ്ടതല്ല, വീഡിയോസിൽ കണ്ടതാട്ടോ. ആ സമയത്ത് എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു, ഇതൊന്ന് കാണണം എന്ന്. കോഴിക്കോടൊക്കെ ഇപ്പോൾ എങ്ങനെ എത്തും എന്നുള്ളൊരു ചിന്തയായിരുന്നു. പക്ഷേ ആ ടൈമിലൊന്നും നമുക്ക് എത്താനും കഴിഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷെ ഇത് നമ്മളെ തൊട്ടടുത്ത് വന്നപ്പോൾ എന്തായാലും പോയി കാണണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അത് കണ്ടു കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇങ്ങനെ എൻ്റെ കുട്ടികളും തന്നെ കണ്ടിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അവർക്കും നല്ലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ എന്തായാലും നമ്മൾ അടുത്ത് വന്നപ്പോൾ നമ്മൾ എന്തായാലും വേഗം പോയിട്ടാണ് കാണാൻ. അപ്പോൾ ഇതേ വന്ന് നോക്കുമ്പോൾ നമ്മൾ എവിടെയും തുടങ്ങിയിരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ എന്തായാലും നമുക്കൊന്ന് പോയി കാണണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഇതെന്തായാലും കണ്ടു നോക്കുമ്പോൾ അടിപൊളി. ഇത് പിന്നെ 100 രൂപ കൊടുത്താലും വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതിൻ്റെ ഉള്ളിലേക്ക് ടിക്കറ്റിന് 100 രൂപ പറഞ്ഞിട്ട് ആരും അടിച്ചിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ എത്ര മീനുകളൊന്നും നമ്മളെന്തായാലും ഇപ്പോൾ എവിടെയും കാണലൊന്നും ഉണ്ടാവില്ലല്ലോ. പിന്നെ വലുതും ചെറുതും ഒക്കെ ആയിട്ടുള്ള പല വിധത്തിലുള്ള ഓരോരോ മീനുകളാണ് കേട്ടോ ഉള്ളത്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാനൊക്കെ. പിന്നെ അങ്ങനെ നിൻ്റെ പേരൊന്നും എനിക്കങ്ങനെ പറയാനൊന്നും അറിയില്ല. പിന്നെ അതുകൊണ്ട് ഞാൻ ഫസ്റ്റ് ടൈമാണ് അങ്ങനെയൊക്കെ പോയി കാണണം കേട്ടോ. അതുകൊണ്ട് അങ്ങനെ വലിയ ഇതിലൊന്നും പറയാനൊന്നും എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ഏതായാലും നമ്മൾ നല്ല ഇതിലൊക്കെ കണ്ട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് എന്തൊക്കെ പിന്നെ അടുത്തത് ഇവിടെ നമ്മളെ മത്സ്യകന്യ കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം എന്നാൽ ശരി അതൊന്ന് കണ്ടു നോക്കാൻ വിചാരിച്ചിട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ ഈ നമ്മളെ യന്ത്രൂഞ്ഞാലും അങ്ങനത്തെ ഒക്കെ അവിടെ കാണണം കേട്ടോ. അപ്പോൾ ഞങ്ങൾ ചെന്ന് നോക്കുമ്പോൾ ഒത്തിരി ആൾക്കാരുണ്ട് കേട്ടോ. ആ ഒരു മത്സ്യകന്യകൻ്റെ ആ ഒരു ചില്ലിൻ്റെ അടുത്ത് കണ്ണ് കാണാൻ പറ്റാത്ത ആൾക്കാരാണ് കേട്ടോ. ഇറങ്ങാനും ആൾക്കാരാണ്. ഫസ്റ്റ് ടൈം കണ്ടപ്പോൾ എനിക്ക് എന്തോ പോലെ തോന്നി കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനത്തെ ഒന്നും കാണാത്തതുകൊണ്ടാണ് എന്താണെന്ന് അറിയില്ല. പിന്നെ എന്തോ ഒരു ഇടങ്ങേറ് തോന്നി കേട്ടോ. ഇടങ്ങേറല്ല എന്തോ പോലെ തോന്നി കേട്ടോ. അങ്ങനെ പിന്നെ എല്ലാവരും ഇവിടെ ഇങ്ങനെ മത്സ്യകന്യകനെ നോക്കി ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ ഞങ്ങളും അങ്ങനെ നോക്കി അങ്ങനെ കുറേ നേരം നിന്നിട്ടോ. പിന്നെ നീന്തലൊക്കെ കാണാൻ നല്ല അടിപൊളിയായിട്ടുണ്ട്. അങ്ങനെ വെള്ളത്തിൽ കൂടെ അല്ലേ. അങ്ങനെ പിന്നെ ഇടയ്ക്കിടയ്ക്ക് പിന്നെ മേലോട്ട് ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ എന്തോ ശ്വാസത്തിൻ്റെ എന്തെങ്കിലും തടസ്സത്തിൻ്റെ പ്രശ്നങ്ങളാണോ എന്താണെന്ന് അറിയില്ല. എന്തായാലും നമ്മൾ ആദ്യമായിട്ട് കാണുന്നുണ്ട്, നമുക്ക് ഇതിനെപ്പറ്റി അങ്ങനെയൊന്നും അറിയുന്നില്ല കേട്ടോ. അപ്പോൾ പിന്നെ എന്തായാലും അക്വേറിയത്തിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ ആ നീന്തൽ കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ അതൊക്കെ കണ്ട് ആളുകൾ തിക്കും തിരക്കൊക്കെ ആയപ്പോൾ ഞങ്ങൾ എന്താക്കി അവിടെ നിന്ന് അങ്ങനെ പോകുന്നു കേട്ടോ. പിന്നെ കുറേ കച്ചവടക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി. പിന്നെ സാധാരണ എല്ലാ ഫെസ്റ്റിവലിന് പോകണ മാതിരി തന്നെ എല്ലാ ഐറ്റംസും ഇങ്ങനെ ഉണ്ട് കേട്ടോ. പിന്നെ അതൊക്കെ നോക്കി ഒന്നും വാങ്ങിയുമില്ല കേട്ടോ. അതൊക്കെ പിന്നെ അങ്ങനെ നോക്കിയാണ്ട് പിന്നെ എന്തൊക്കെ പിന്നെ ഒരു മാല എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, ചെറിയ ഫാൻസി മാല. പിന്നെ നമ്മൾ അലുവൻ്റെ അവിടെ നോക്കുമ്പോൾ നല്ല വെറൈറ്റി അലുവകളുണ്ടായിരുന്നു കേട്ടോ, മാങ്ങൻ്റെയും പാലിൻ്റെയൊക്കെ. അപ്പോൾ മാങ്ങൻ്റെ ഒന്ന് വാങ്ങി, പിന്നെ വേറെ എന്തോന്നും കൂടി വാങ്ങി കേട്ടോ, അതിപ്പോൾ ഓർമ്മയില്ല. പിന്നെ അങ്ങനെ ഇത് കേട്ടോ, ഇതും വാങ്ങി കേട്ടോ.
അങ്ങനെ പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഒരു മാല എടുത്തു. അത് കഴിഞ്ഞാണ്ട് പിന്നെ അവിടെ നിന്നും പോന്നു കേട്ടോ. പിന്നെ കൂടുതൽ നേരം നിന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പല ഐറ്റംസും വേണ്ടി വരും കേട്ടോ. പിന്നെ എന്തൊക്കെയാണ് അങ്ങനെ അവിടെ നിന്ന് പോന്നു കേട്ടോ. പിന്നെ ഇതേ നമ്മളെ കുറേ പിന്നെ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ അങ്ങോട്ടെത്തി കേട്ടോ. അപ്പോൾ കുറേ ആളുകളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ മക്കളൊക്കെ എന്തിലൊക്കെ കയറ്റണം എങ്ങനെ കയറണം എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചറിയാം കേട്ടോ. അപ്പോൾ പിന്നെ ഇതൊന്നും അവർക്ക് പറ്റിയില്ല. അപ്പോൾ ശരി എന്നാൽ വേറെ എവിടെയെങ്കിലും നോക്കാറുണ്ട്. പിന്നെ ഇതെന്തോ നല്ല പിന്നെ മേലെ വരെ ഉയർന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ പിന്നെ അങ്ങനെ ആടുന്നതാണ് കേട്ടോ. ആടുന്നതല്ല ഇങ്ങനെ ചുറ്റി ചുറ്റി ഇങ്ങനെ വരും കേട്ടോ. അങ്ങനെ പിന്നെ എന്തൊക്കെയാണ് അതൊക്കെ ഇങ്ങനെ കുറേ നേരം അതെന്താകും എന്നുള്ളൊരു നോക്കേണ്ടിയിരുന്നു കേട്ടോ ഞങ്ങൾക്ക്. പിന്നെ അതൊന്ന് നോക്കിങ്ങാണ്ട് അങ്ങനെ വന്നിട്ടോ. പിന്നെ അത് അവിടെ നിന്ന് കുറേ നേരം കഴിഞ്ഞ് നോക്കുമ്പോൾ ഇതിങ്ങനെ ആടുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ കുട്ടികൾക്ക് ഏതിലാണ് കയറേണ്ടതെന്ന് ചോദിച്ചപ്പോൾ കുട്ടികൾക്ക് പിന്നെ അത് വേണ്ടായിരുന്നു കേട്ടോ. അതിൽ പിന്നെ എന്താക്കി പിന്നെ ചെറിയ രണ്ടാൾക്കാർക്കും എന്താക്കി നമ്മളെ റഷമോൾക്കും പിന്നെ സച്ചുമോൻക്കും ഇതിൽ കയറണം എന്നാണ് കേട്ടോ. അപ്പോൾ ഇതിലങ്ങനെ ആൾക്കാരൊന്നും ഇല്ല കേട്ടോ. അതിൽ പിന്നെ ആൾക്കാരൊക്കെ ഇങ്ങനെ എന്നും പോകണം നിൽക്കണുള്ളൂ കേട്ടോ. അപ്പോൾ പിന്നെ ആരും കാണാതായപ്പോൾ എന്താക്കി ഓല് രണ്ടാളും മാത്രമേ ഉള്ളൂ കേട്ടോ. അങ്ങനെ അതൊന്ന് കറക്കി കേട്ടോ. നല്ല സ്പീഡ് ഉണ്ട് കേട്ടോ. പക്ഷേ അങ്ങനെ വലിയ പേടിയൊന്നും ഇല്ല തോന്നുന്നു. എന്താണെന്നറിയില്ല. ഓൽക്ക് രണ്ടാൾക്കും വലിയ പ്രശ്നമൊന്നും കണ്ടില്ല കേട്ടോ. പിന്നെ ഇവരത് കറക്കിയതിൻ്റെ ശേഷമാണ് കേട്ടോ ഇവിടെ കുറേ ആളുകൾ ഇങ്ങനെ ടിക്കറ്റ് എടുത്തും കണ്ട് ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇവരത് കഴിഞ്ഞിട്ട് കേട്ടോ അവരൊക്കെ കയറിയത്. പിന്നെ ആദ്യം അങ്ങനെ അത്ര വലിയ സ്പീഡില്ലായിരുന്നു. പിന്നെ അങ്ങോട്ട് ഭയങ്കര സ്പീഡായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ അത് അവരൊരു പൊതിക്കൈയിലൊക്കെ കയറി കണ്ട് എന്താക്കി അതൊക്കെ കണ്ട് അവിടുന്ന് കയറിയിട്ടോ. പിന്നെ അതേ ഒരു യന്ത്രൂഞ്ഞാലിൽ കയറിയിട്ടോ. അവിടുന്ന് കുട്ടികൾ ഫോൺ കൊണ്ട് പോയിരുന്നു കേട്ടോ. 3 പേരും കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർ തന്നെ വീഡിയോ എടുത്തതാണ് കേട്ടോ. അപ്പോൾ അത് പിന്നെ എന്നോട് കയറാൻ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര പേടി കേട്ടോ. കാരണം എനിക്ക് അങ്ങനത്തെ ഒന്നും വലിയ ധൈര്യമില്ല. അതുകൊണ്ട് പിന്നെ നമ്മൾ അതിമേക്കൊന്നും പോയതുമില്ല. പിന്നെ എൻ്റെ ഉമ്മയും കയറിയിട്ടില്ല. പിന്നെ കാക്കയും കയറിയിട്ടില്ല കേട്ടോ. പിന്നെ റഷമോളയും കയറ്റിയിട്ടില്ല. എന്തോ 10 വയസ്സിൻ്റെ മേലോട്ട് എന്തോ അല്ലേ തോന്നണ കയറ്റി. അങ്ങനെ എന്തോ ആയപ്പോൾ പിന്നെ അവൾക്ക് കയറാൻ പറ്റില്ല കേട്ടോ. അങ്ങനെ അവർ 3 പേരും കയറി കേട്ടോ. പിന്നെ കുറച്ച് കണ്ട് ആടൽ തുടങ്ങി നോക്കുമ്പോൾ സച്ചു നല്ല കരച്ചിലാണ് പറഞ്ഞു കേട്ടോ. സച്ചുവിന് പോണ ഉത്സാഹമൊന്നും ഉണ്ടാവില്ല കേട്ടോ. കുറച്ച് കഴിഞ്ഞാൽ പിന്നെ പാട്ടും പെയ്ത്തൊക്കെ കാരണം ഭയങ്കര പേടിയാണ് കേട്ടോ ആൾക്ക്. ബാക്കി 2 പേർക്കും ഒരു കുഴപ്പമില്ല കേട്ടോ. പിന്നെ അവരെന്തിലൊക്കെ കയറിയിരിക്കണം കേട്ടോ. പിന്നെ കുറേയൊന്നും വീഡിയോയിലൊന്നും പെട്ടിട്ടൊന്നും ഉണ്ടാവില്ല. കാരണം ആ ടൈമിലൊന്നും നമ്മൾ ഫോൺ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ പിന്നെ എന്താക്കി അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇന്ദ്രൂഞ്ഞാലിൽ മാത്രം കയറിയപ്പോൾ അത് കഴിഞ്ഞതോട് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പറഞ്ഞ് വേഗം പോകാൻ ഭയങ്കര കോട്ടരമായിരുന്നു കേട്ടോ അവിടുന്ന്. അപ്പോൾ പിന്നെ എന്തൊക്കെയാണ് ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നു കേട്ടോ. പിന്നെ ഒരു ഐസ്ക്രീമും കഴിച്ചിട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ടാക്കണേ. താങ്ക് യു.